വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു എയർ ഫെയറിൻ്റെ കുക്കിംഗ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. PG1 എയർ ഫെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്കത് 1400 വാട്ട്സിൻ്റെയാണ്, 4.2 ലിറ്റർ ആണ് അതിൻ്റെ ആ ബോക്സ്. അപ്പോൾ എയർ ഫെയർ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും എണ്ണമയമില്ലാതെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്, ഹെൽത്തി ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എയർ ഫെയർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മുകളിൽ നമ്മൾ മുകളിൽ പിടിച്ച് എപ്പോഴും ഓപ്പൺ ആക്കാൻ പാടില്ല. അതിൻ്റെ ഫങ്ഷനൊക്കെ മുകളിൽ തന്നെയല്ലേ ഉള്ളത്. നമ്മൾ അതിൽ പിടിച്ച് നമ്മൾ ഓപ്പൺ ആക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റുന്നതാണ്. ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്രയാണോ വേണ്ടത് ഓരോന്നും കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മെനു സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു റെഡ് ലൈറ്റ് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ തന്നെ ഫങ്ഷൻ എല്ലാം ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതാണോ ഓരോന്നും കുക്ക് ചെയ്യുമ്പോൾ വേണ്ട ടെമ്പറേച്ചറും ടൈമും നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കി, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടി, നല്ലതാണ്. അപ്പം അതിന് നമ്മൾ ടെമ്പറേച്ചർ 200 ടെമ്പറേച്ചറാണ് മാക്സിമം അതിനകത്തുള്ളത്. അപ്പം നമ്മൾ 180 വെച്ചു. ഒരു 10 മിനിറ്റുമാണ് നമ്മൾ കൊടുത്തത്. കുഴപ്പമില്ലാതെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടി. പിന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയത് പഴംപൊരിയാണ്. പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ പഴംപൊരിയായിരുന്നു. അപ്പം നമ്മൾ രണ്ടായിട്ടാണ്, നമ്മൾ 5 മിനിറ്റ് വെച്ചാണ് നമ്മളത് ഫ്രൈ ചെയ്തത്. 180 ആണ് അതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തേക്കുന്നത്. എത്ര ടൈമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് വെച്ച് നമ്മൾ ഫ്രൈ ആക്കി നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എണ്ണമയം ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഓരോ ഫങ്ഷനും നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നും ഓണാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി, അതും നമ്മൾ വെച്ചത് 180 ആണ് ടെമ്പറേച്ചർ വെച്ചത്. നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചു, ടൈമും കൊടുത്തു. അപ്പോൾ ഓരോന്നിൻ്റെ ടൈം നോക്കി ടെമ്പറേച്ചറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് നമുക്ക് കുക്കായോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് അത് തുറന്ന് നോക്കാവുന്നതാണ്. നോക്കിക്കഴിയുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അത് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ ആക്കി അതിൻ്റെ ബാക്കിയായിട്ടാണ് അതിൻ്റെ ടെമ്പറേച്ചറും ടൈമും വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് അത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ബാസ്ക്കറ്റ് നമ്മളതിൻ്റെ ആ ഹാൻഡിലെ പിടിച്ച് വേണം നമ്മൾ ഓപ്പൺ ആക്കാൻ. ഫുള്ളായിട്ട് നമ്മൾ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ ആക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അത് ഓപ്പൺ ആകത്തില്ല, നമുക്ക് കുക്കാകത്തുമില്ല. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്ത് വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതുപോലെ നമുക്ക് ചൂടാക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ച സാധനമൊക്കെ ചൂടാക്കണം, അതിന് നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമുക്കപ്പം പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒട്ടും എണ്ണമയം ഇല്ലാതെ നമുക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഏത് വേണമെങ്കിലും ഫ്രൈ ചെയ്യാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ഓപ്ഷൻസ് നമുക്കവിടെ കാണിക്കുന്നുണ്ട്. മെനു ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഏതാണോ വേണ്ടത് ടെമ്പറേച്ചർ അതുപോലെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. എയർ ഫെയർ നല്ലതാണ് നമുക്ക് കുക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് എളുപ്പമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, ഓയിലില്ലാത്ത ഫുഡ് കഴിക്കാം. അപ്പം എല്ലാവരും വാങ്ങുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്കി റെസിപ്പിയായിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും.